റെട്രോ കാർത്തിക് സുബ്രാജിന്റെ പടമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മേക്കിംഗ് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇനീഷ്യലി നല്ല അടിപൊളിയായിട്ട് തന്നെ തുടങ്ങി. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് എന്തൊക്കെയോ ഗംഭീരമായിട്ട് സംഭവിക്കാൻ പോകുന്നൊരു ഫീൽ ഉണ്ടാക്കിയും എന്നാൽ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ടോട്ടലി പടം കയ്യിൽ പോയ ഒരു കോമാളിയായി പോയി. ശരിക്കും തിയേറ്ററിലുള്ളവർ എല്ലാവരും കിടന്ന് ചിരിക്കുകയായിരുന്നു. രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത് നല്ല രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ നല്ല ബോറാവും. അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഒരു സിനിമ. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വൻ കോമഡിയായിരുന്നു. കയ്യിൽ ടോട്ടലി പോയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ വെറുതെ വന്ന് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. സൂര്യ ഫാൻസിന് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പുള്ളിനെ കണ്ടുകൊണ്ടിരിക്കാം. ജോർജ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഓവറോൾ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് നിരാശയാണ്. കാരണം കാർത്തിക് സുബ്രാജിൻ്റെ പടം ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പറയല്ല കങ്കോ പോലെ മോശം സിനിമ തന്നെയാണ്, മോശം അഭിപ്രായം തന്നെയാണ് സിനിമയ്ക്ക്. കാരണം സൂര്യ പോലുള്ള എത്ര നല്ല ജയ്ബീം പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ അഭിനയിച്ച് ഇവിടുത്തെ ഏറ്റവും നല്ല സ്റ്റാർ തമിഴ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള ഒരു മൂല്യമുള്ള ഒരു നടനാണ് സൂര്യ എന്ന് പറയുന്നത്. അദ്ദേഹം ഇത്രയൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ഒരു ഒട്ടും നിലവാരമില്ലാത്ത സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കണ്ടേ. ഈ കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന ഈ ഡയറക്ടർക്ക് എന്ത് സിനിമ എടുത്ത് വെച്ചേക്കണേ, പ്രേക്ഷകനൊന്നും കൺവിൻസിങ് ആവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് കണ്ടിരുന്നിട്ട് ഒരു നേരം പോലും നമുക്കൊരു പ്രേക്ഷകനെ ഒരു മിനിറ്റ് പോലും പിടിച്ചിരുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് സിനിമയാണ് ചെയ്യുന്നത്, അതാണ് മനസ്സിലാവാത്തത്. ഈ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ വിഷമിച്ചിറങ്ങിക്കൊണ്ട അവസ്ഥയാണ്. പലരും ആരാധകരൊക്കെ പറയുമായിരിക്കും, പക്ഷെ നമുക്ക് ഇത്രയും മോശമായിട്ട് സിനിമ എടുക്കരുത്. കാരണം ഞാനൊരു സിനിമ ഇൻഡസ്ട്രി നശിപ്പിക്കുന്ന ആളുമല്ല, ഞാൻ മോശം കമൻറ്റ് പറയുന്ന ആളുമല്ല. പക്ഷെ നമ്മളൊരു സിനിമ കാണാൻ വരുമ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷകൾ കൊടുക്കണ്ടേ. എവിടെയെങ്കിലും ഒരു ഇൻട്രോയിൽ പഞ്ചിലോ എവിടെയെങ്കിലും നമുക്കൊരു എന്തോ ഒരു ആത്മാർത്ഥത തോന്നുന്നുണ്ട്. ജയറാമൊക്കെ എന്ന് പറഞ്ഞാൽ ഒസ്ലർ പോലുള്ള എത്രയും നല്ല സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തിട്ട് ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ പോയി എന്തിനായി നിലവാരങ്ങളാണ് പുള്ളി കോമാളിയായിട്ട് വേഷം കിട്ടാണ് പുള്ളിയൊക്കെ. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. ജയറാമേട്ടനൊക്കെ ഇത്രയും മോശമായിട്ട് അഭിനയിക്കാൻ പാടില്ല. ജയറാമേട്ടനൊക്കെ നമുക്ക് മലയാളികളായിട്ടുള്ള നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള നടനാണ് ജയറാമേട്ടൻ. അതുപോലെ സൂര്യ എന്ന് പറയുന്നത് തമിഴ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള മൂല്യമുള്ള നടനാണ്. അദ്ദേഹമൊക്കെ ഒരു കഥ തിരഞ്ഞെടുക്കുമ്പം അദ്ദേഹം കുറേയൊക്കെ ചിന്തിക്കണ്ടേ. കങ്കു പോലുള്ളൊരു സിനിമ ഇറക്കിയതിന് ശേഷം അടുത്തൊരു സിനിമ വരികയാണ്. എന്താ അദ്ദേഹം കാണിക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല. പണത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ പ്രേക്ഷകനെ കൊല്ലണം. പണം വരും പോവും. ഇത് പണം ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കരുത്. ഒരു നടനെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഇവരുടെ സിനിമയ്ക്ക് വരുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് പ്രേക്ഷകർ എന്നെപ്പോലുള്ള ഞാൻ റിവ്യൂ പറയുന്ന ആളാണെങ്കിലും പ്രേക്ഷകർ വരുന്ന കഷ്ടപ്പെട്ട കാശുകൊണ്ടാണ് സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ അതിന് ആ പ്രേക്ഷകന് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സൂര്യയെപ്പോലുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ അഭിനയ മികവിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നടനാണ് സൂര്യ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഇങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പ്രേക്ഷകർ ഈ അശ്വന്ത് ഗോഖലിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് എനിക്ക് തോന്നുന്നു സത്യമായിട്ട് വരുന്ന രീതിയിലാണ് പറഞ്ഞത്. ഇന്ന് അശ്വന്ത് ഗോഖിൽ നിന്ന് തകർത്ത് ഇന്ന് അപരാധിച്ച് വിടും ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ, സംശയം വിചാരിക്കണം. ജോക്കർ ടൈപ്പ് കോമഡിയനാക്കി കളഞ്ഞു അങ്ങനെയൊക്കെ പറയുമെങ്കിലും പുള്ളിക്ക് കൊടുത്ത റോളാണ് വൃത്തിയായി ചെയ്യുന്നത്. പക്ഷേ ഇതാണ് പ്രശ്നം. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പടം ഫുള്ള് കഴിയുന്നത് ഒരു കോമഡി പടമാക്കി കളഞ്ഞു. സ്കൂഫാണോ അല്ലെങ്കിൽ ഒരു സീരിയസ് പടമാണോ എന്ന് നമുക്ക് കൺഫ്യൂഷനാവും. ആ രീതിക്കായി പോയി പടം. പരീക്ഷണമല്ല. കാർത്തിക് എല്ലാ പടത്തിലും രാഷ്ട്രീയം പറയും, പക്ഷെ അത് നല്ല വൃത്തിക്ക് എല്ലാവരിലേക്ക് എത്തുന്ന രീതിയിൽ പറഞ്ഞു നോക്കിയാറുണ്ട്. ഇതിൽ അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായില്ല എങ്ങനെ ചെയ്യണമെന്ന്. ക്ലൈമാക്സ് എന്തോ വലിയൊരു കാര്യങ്ങൾ പറയാൻ നോക്കി, പക്ഷെ ഫുള്ള് കയ്യെന്ന് പോയി. നമുക്ക് കാണുമ്പോൾ എന്താണ് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ചിരിച്ചുകൊണ്ടിലാണ് ആ സിനിമ കാണാൻ പറ്റില്ല. ഫൈറ്റ് അത്യാവശ്യം നല്ല തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് മ്യൂസിക്കാണ്. സന്തോഷകരമായ മ്യൂസിക് നല്ല ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് പടത്തിന്. പക്ഷേ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പടം ഫുള്ള് കഴിയുന്നു പോയി. പടം വെറും കോമഡി ആക്കി കളഞ്ഞു. സ്കൂഫാണോ സീരിയസ് ആണോ നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിൽ അലമ്പാക്കി കളഞ്ഞു. അപരാധം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായി കളഞ്ഞു. റെട്രോ വൈബ് പടം. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ സൂര്യയുടെ ലുക്സ് അടിപൊളിയായിരുന്നു. സ്റ്റൈലിഷ് സ്വാഗൊക്കെ കൊള്ളാം. പിന്നെ ജോജുവിന് കിട്ടിയ റോള് അടിപൊളിയായിരുന്നു. ജയറാമിൻ്റെ കോമഡീസ് അത്യാവശ്യം നന്നായി വർക്കൗട്ടായിരുന്നു. പക്ഷേ ഒരു ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്കൊരു ആവറേജ് പോയിട്ട് ഫീൽ ചെയ്തു. ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ. അതെന്ന് വെച്ചാൽ നമ്മളൊരു കാർത്തിക് സുബ്രാജ് പടം കണ്ടുകഴിയുന്ന ഒരു ജിഗതണ്ട ഫ്ലെക്സോ അല്ലെങ്കിൽ പേട്ട കണ്ടു ഇറങ്ങുമ്പോൾ ആ എനർജി ആ ഒരു ഫീൽ ഇതിന് കിട്ടിയില്ല. എൻ്റെ മാത്രം പ്രശ്നം ആയിക്കോട്ടെ, എനിക്കറിയില്ല. എനിക്ക് ഇമോഷൻസ് വർക്കായില്ല. പേഴ്സണലി എനിക്ക് ഇമോഷണലി കണക്റ്റായില്ല. പിന്നെ ജയറാമേട്ടൻ കോമഡിയൊക്കെ നന്നായി ചെയ്തു. പക്ഷേ നമ്മുടെ ഒരു മെയിൻ സ്റ്റാർ അവിടെ പോയിട്ടൊരു കോമഡി പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സൈഡ് റോള് പോലെ തന്നെയാണ്. അത് രണ്ടോ സിനിമ ആയില്ല ചെയ്യുന്നത്. അതൊരു വിഷമമുണ്ട്. ജോജുവിന് കിട്ടിയ റോൾ നൈസായിരുന്നു. ആ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ജോജു ആൻഡ് സൂര്യ കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ നോക്കുവാണെങ്കിൽ സൂര്യ ഫാൻസിന് അത്യാവശ്യം ചെയ്യാൻ പറ്റിയ ഒരു ഡീസൻറ്റ് വൺ ടൈം വാച്ച് കൊണ്ട് പോകും.